പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഏപ്രിൽ മാസം 3-ാം തീയതി വെള്ളിയാഴ്ച. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 5-ാമത്തെ വാക്യം. അങ്ങനെ യേശു മുൾക്കിരീടവും ധൂമ്രവസ്ത്രവും ധരിച്ച് പുറത്തു വന്നു. പീലാത്തോസ് അവരോട്, ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു. ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ്. ഈ ദുഃഖവെള്ളിയാഴ്ചയുടെ നിശബ്ദവും ഭക്തിയേറിയതുമായ അന്തരീക്ഷത്തിൽ നാം കാൽവറിയിലെ കുരിശിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു വാക്ക് നമ്മുടെ ഹൃദയത്തിൽ തുളച്ചു കയറുന്നു: ഇതാ ആ മനുഷ്യൻ. മുൾക്കിരീടം ധരിച്ചും രക്തം വാർന്നും നിന്നതിനായി നിന്ന യേശുവിനെ കാട്ടിക്കൊണ്ട് പീലാത്തോസ് പറഞ്ഞതായി ഈ വാക്ക് ദൈവത്തിന്റെ അത്ഭുതകരമായ ഒരു വെളിപ്പെടുത്തലാണ്. ഈ വാക്കിൽ ഒളിഞ്ഞിരിക്കുന്ന സന്ദേശം വളരെ ആഴമുള്ളതാണ്. ക്രിസ്തുവിൽ നാം മനുഷ്യന്റെ യഥാർത്ഥ രൂപം കാണുന്നു. ആദമിൽ വീണുപോയ മനുഷ്യൻ പാപത്തിലും സ്വാർത്ഥതയിലും അഹങ്കാരത്തിലും ദുർബലതയിലും കുടുങ്ങിയവനായിരുന്നു. എന്നാൽ കുരിശിൽ തൂങ്ങി നിൽക്കുന്നതായ ക്രിസ്തുവിൽ നാം സ്നേഹവും ക്ഷമയും ത്യാഗവും വിനയവും കാണുന്നു. അതാണ് ദൈവം ഉദ്ദേശിച്ച യഥാർത്ഥ മനുഷ്യരൂപം. അതുകൊണ്ട് തന്നെ സഭാപിതാവായ സെന്റ് അത്തനേഷ്യസ് പറയുന്നു, ദൈവം മനുഷ്യനായത് മനുഷ്യനെ ദൈവികതയിൽ പങ്കുചേർക്കാനാണ്. അപ്പോൾ കുരിശ് ശിക്ഷയുടെ ഉപകരണമല്ല, മറിച്ച് സ്നേഹത്തിന്റെ സിംഹാസനമാണ്. മുൾക്കിരീടം ധരിച്ചതായ ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ രാജാവാണ്. നിന്ദിക്കപ്പെട്ട ആ മനുഷ്യൻ മഹത്വമാണ്. തള്ളിക്കളയപ്പെട്ട ആ മനുഷ്യൻ നമ്മുടെ രക്ഷകന്. കുരിശ് ഒരിക്കലും നമ്മെ തകർക്കുന്നതല്ല, അത് നമ്മെ രൂപപ്പെടുത്തുന്നത്. വേദനകൾ അത് അവസാനമല്ല, ദൈവത്തിന്റെ പ്രവൃത്തി തുടങ്ങുന്ന ഇടമാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. നമ്മുടെ ജീവിതത്തിന്റെ വേദനകളിലും അവിടെ ദൈവം പ്രവർത്തിക്കുന്നു എന്നതായ ആ ചിന്ത നമ്മെ ഭരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ നോക്കുമ്പോൾ നാം ആരാകണമെന്ന് മനസ്സിലാക്കാം. കുരിശിനെ ധ്യാനിക്കുമ്പോൾ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാം. ഇതാ ആ മനുഷ്യൻ എന്ന വാക്ക് ഒരു പ്രഖ്യാപനം മാത്രമല്ല, അതൊരു വിളിയ. നിങ്ങളും ഇങ്ങനെ ആയിരിക്കൂ എന്ന ദൈവത്തിന്റെ ആഹ്വാനം. നിന്നയിൽ നിൽക്കുമ്പോഴും ക്ഷമിക്കുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ. വേദനയിൽ പോലും സ്നേഹിക്കുന്നവനാണ് ദൈവത്തിന്റെ മകൻ. ഞാനും നിങ്ങളും ഇന്ന് നേരിടുന്നതായ ജീവിതത്തിൽ പലപ്പോഴും വേദനകളും നഷ്ടങ്ങളും അപമാനങ്ങളും നമ്മെ തകർക്കുന്നുവെന്ന് നമുക്ക് തോന്നാം. എന്നാൽ ക്രിസ്തു നമ്മെ നോക്കി പറയുന്നു, നീ ഇപ്പോൾ കാണുന്നത് മാത്രമല്ല, ഞാൻ നിന്നിൽ കാണുന്നത് അതിലേറെ മഹത്തായതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കുരിശുകൾ വരുമ്പോൾ അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കാതെ അതിലൂടെ ദൈവം എന്താണ് നമ്മെ രൂപപ്പെടുത്തുന്നതെന്ന് തിരിച്ചറിയുവാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഇന്ന് കാൽവറിയെ ധ്യാനിക്കുമ്പോൾ പീലാത്തോസിന്റെ ഈ വാക്കുകൾ വീണ്ടും നമ്മുടെ ചെവികളിൽ മുഴങ്ങട്ടെ: ഇതാ ആ മനുഷ്യൻ. ഈ വാക്ക് നമ്മുടെ ജീവിതത്തിന് ഒരു കണ്ണാടിയാകട്ടെ. നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം. ക്രിസ്തുവിനെ പോലെ ആകാൻ നാം ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം. കുരിശിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കൊരു തീരുമാനമെടുക്കാം. ക്രിസ്തുവിനെ പോലെ ജീവിക്കാനുള്ള ഒരു ഉറച്ച തീരുമാനം നമുക്കിന്നെടുക്കാം. അത് നമ്മുടെ ഈ വെള്ളിയെ വലിയ വെള്ളിയാക്കി മാറ്റട്ടെ. പ്രാർത്ഥിക്കാം. കരുണാനിധിയായ ദൈവമേ, കുരിശിൽ കിടക്കുന്ന പുത്രനായ യേശുവിനെ കാണുമ്പോൾ മനുഷ്യന്റെ യഥാർത്ഥ രൂപം തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. വേദനയിൽ പോലും സ്നേഹിക്കാൻ, നിന്ദയിൽ പോലും ക്ഷമിക്കാൻ, ഇരുളിൽ പോലും വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. ഞങ്ങളുടെ തകർച്ചകളെ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. അവയെ നിരൂപപ്പെടുത്തുകയും നിന്റെ രൂപത്തിൽ ഞങ്ങളെ പുനഃസ്ഥാപിക്കുകയും ചെയ്യണമേ. ഈ വെള്ളിയാഴ്ച കുരിശിന്റെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവിക്കട്ടെ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.